എനിക്ക് തോന്നുന്നു ഹൈദർക്കയുടെ ഇൻ്റർവ്യൂസിലെ ഏറ്റവും മനോഹരമായ വിഷ്വലി മനോഹരമായ ഓക്കെ നമുക്കറിയില്ല മുന്നോട്ട് എന്തായിരിക്കുന്നു. ഞാനും വെയിറ്റ് ചെയ്തിരിക്കും മനുഷ്യൻ എന്തൊക്കെയാണ് ചോദിക്കാൻ പോണെന്ന്. നമുക്കറിയാം കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ് ഒക്കെ പോക്കറ്റ് നിറച്ച് വന്നേക്കായിരിക്കും. ഇല്ല, ഞാൻ ഒന്ന് നന്നായി, ഞാൻ കുറച്ച് അങ്ങനെ ആവരുത്, അങ്ങനെ ആകാൻ പാടില്ല അല്ലേ? നന്നാവരുത്, നന്നാകാൻ പാടില്ല. നന്നാവരുത്. നിങ്ങൾ പോലെ നന്നാകലെന്ന് പറയും, ഇടയ്ക്ക് നന്നാവണമെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഞാൻ ഒരു എപ്പോഴും എല്ലാവരോടും നന്നാവരുതെന്ന് പറയുന്ന ആളാണ്. അതല്ലേ? പിന്നെ നന്നാവുന്ന ഇഷ്ടമല്ല. അങ്ങനല്ല, നമുക്കിപ്പോഴല്ലേ ഇതൊക്കെ പറ്റൂ. ഇവിടുത്തെ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ഓരോന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെ എല്ലാവരും നന്നായ എനിക്കൊന്നും കൂട്ടുകാരുണ്ടാവില്ലല്ലോ. അജു, എന്തായാലും ഈ പറഞ്ഞ പോലെ 2024 പോകുന്നു. ക്രിസ്മസ് ഒക്കെ വന്നു, ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ പോകുന്ന സമയമാണ്. 2024 അജുവിനുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ലാഭങ്ങളുടെ പട്ടിക വേറെയാണ്, നഷ്ടങ്ങളുടെ പട്ടിക എന്തായിരിക്കും? ഞാനങ്ങനെ ബോദർ ചെയ്തിട്ടില്ല. നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷമങ്ങളൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ നാച്ചുറലി എല്ലാ മനുഷ്യരിലെയും പോലെ എന്നെയും ബാധിക്കുമായിരിക്കും. പക്ഷെ കുറച്ചുകൂടി ക്യാരി ചെയ്ത് വെക്കുന്നത് ശീലം കുറവാണ്. അത് ഓർത്ത് അതിൽ തന്നെ ക്ലിങ് ചെയ്തിരിക്കുന്ന ഒരു ശീലമില്ല. അപ്പോൾ അത് പെട്ടെന്ന് പറയാൻ ഞാൻ ഇനിയിപ്പം ഓർത്തൊക്കെ ഇനിയും ഫൈൻഡ് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നുള്ളൊരു ഓർമ്മയിലൊന്നും. ലാഭങ്ങൾ എന്തായി? ഓരോ ദിവസവും ഏതെങ്കിലും ഒരു സിനിമ കിട്ടുന്നത് ഏറ്റവും വലിയ ലാഭം എന്ന് വിചാരിച്ച നടക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സിനിമ ഇറങ്ങാൻ പറ്റിയ അത് ലാഭം, ഒരു ടേക്ക് ഓക്കെ ആയാൽ അത് ലാഭം കാണുന്ന ആൾ, നല്ല ഭക്ഷണം ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുന്നത് വളരെ ലാഭം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡ് വരെ നന്നായിരുന്നു, പക്ഷെ പോസ്റ്റ് കോവിഡിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട്സ് റീപ്പ് ചെയ്യുന്നത് കാണുമ്പം ആ സ്നേഹം തിരിച്ച് പ്രേക്ഷകർ, സ്നേഹം എന്നുള്ളതിന് ഞാൻ അതിന് വേറൊരു അർത്ഥത്തിൽ പറയാം. ഒരു കാര്യം നമ്മൾ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ അവർ കൂടെ നിൽക്കുന്നത് കാണുമ്പം അത് ഒരുപാട് കോൺഫിഡൻസ് തരുന്നുണ്ട്. എനിക്ക് കോവിഡിന് മുമ്പും കോവിഡ് കഴിഞ്ഞിട്ടുള്ള അജുവിൻ്റെ അഭിനയ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ഞാൻ ഒരു പ്രേക്ഷകൻ പറഞ്ഞാൽ, അഭിനയിക്കാൻ ഇപ്പോൾ അറിയാം, നേരത്തെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് പ്രേക്ഷകൻ എന്ന നിലയിലാട്ടോ, ഒരു ആങ്കർ എന്ന നിലയിലല്ല. ഞാൻ ഇപ്പോഴും അത് രണ്ടാമത് പറഞ്ഞത് ഞാൻ പറയും. പക്ഷേ കോവിഡിന് ശേഷം ഇപ്പം മനീഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂ ഒരു മുഖ്യ കാരണമായി മാറിയ ഒരു കാര്യം കോവിഡിൻ്റെ സമയത്ത് നടന്നത്. അദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂവിൽ 1-2 ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നിലെ നടൻ എടുക്കേണ്ട ഉത്തരവാദിത്ത ബോധങ്ങളെക്കുറിച്ച് എന്നിൽ ഒന്നുകൂടൊന്ന് തോന്നലുകൾ ഉണ്ടാക്കി. കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ കൂടുതലും നമ്മളിലോട്ട് തന്നെ നമ്മുടെ ചിന്തകളെ മാറ്റിവിടാൻ സമയം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടിയൊക്കെ എൻ്റെ ജോലിയിൽ ഞാൻ ശ്രമിക്കാത്ത കുറേ ഇൻവോൾവ്മെൻറ്റുകൾ ചെയ്യണമെന്നും ഒക്കെ ഉള്ളൊരു ഒരാഗ്രഹം തോന്നി. ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്കതിനനുസരിച്ച് അവസരങ്ങൾ കിട്ടണം. ഏതൊരു വ്യക്തിക്കും ഏതൊരു മേഖലയിലും അവസരം കിട്ടുമ്പോഴല്ലേ പുള്ളിക്ക് അത് ചെയ്തിട്ട് പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുറവുകൾ, അതിൽ എന്തൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു സിനിമ വരുന്നത്. അത് റിലീസായിട്ടില്ല, പക്ഷെ അതെനിക്കൊരു ഗ്രേറ്റ് ലേണിംഗ് ആയിരുന്നു. ആ സിനിമ ഇതിലൂടെ ഒരു എന്താ പറയുക, ഒരു 45-50 ദിവസം വേറൊരു രീതിയിൽ മിഥുൻ്റെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് അതിലുണ്ടായിരുന്നു. മിഥുൻ മാനുവൽ നമുക്കറിയാം, വളരെ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ സ്ക്രീനിൽ എഴുതുന്ന ആൾ, കൊണ്ടിരുന്ന ആൾ. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു എനിക്കതിൽ. നമ്മൾ സ്ഥിരം ചെയ്തു വരുന്ന പാറ്റേൺ അല്ലായിരുന്നു അതുവരെ. അപ്പം അത് കോവിഡിന് ശേഷം ഫസ്റ്റ് സംഭവിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവിടുന്ന് ഗഗനചാരി സംഭവിച്ചു, ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടി, വ്യത്യാസമുള്ള അവസരങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. വ്യത്യാസമുള്ള റോളുകൾ